എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിപ്പി മോൾ ഓടി മഹേഷിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ചിപ്പിക്ക് ഒരുപാട് സന്തോഷമായി, മഹേഷിനും ഒരുപാട് സന്തോഷം. അങ്ങനെ മഹേഷ് മോളുടെ തലയിലേക്കൊന്ന് തലോടി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഷിത മാഷിനെ നോക്കുന്നുണ്ട് കേട്ടോ. മാഷാണല്ലോ ചിപ്പി മോൾ അങ്ങോട്ട് കൊണ്ടുവിട്ടേ. എന്നിട്ട് മാഷ് ഒരു കൈയൊക്കെ കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് പോവാണ്. ഇനി അവരുടെ ലോകം. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പം ചിപ്പി മോൾ പറയുന്നുണ്ട്, ഡാഡി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അതുകൊണ്ട് നമുക്ക് ഒരു പിക്നിക്കിന് പോയാലോ, ഡാഡി ഞാനും അമ്മയും മാത്രം എന്ന് പറയും. അങ്ങനെ ആവട്ടെ എന്ന് മഹേഷും പറയുന്നു. അങ്ങനെ അവർ 3 പേരൂടെ ചെറിയൊരു പിക്നിക്കിന് ഒന്ന് കറങ്ങാനായിട്ട് പോവാണ്. ഒരുപാട് സന്തോഷത്തോടെ ചിപ്പിമോളും ഉണ്ട്. പിന്നീട് അവരുടെ കുറേ ഓർമ്മകളാണ് കാണിക്കുന്നത്. പഴയ കുറേ സീനൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും വഴക്കുണ്ടാക്കിയതും പിന്നെ കൂടിച്ചേർന്നതും ചിപ്പിമോൾ ഇഷിതയായിട്ട് ഒരുപാട് കൂട്ടാവുന്നതും ഒക്കെ ആയ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. ഇത് കാണിച്ച് തീരുമ്പോഴേക്കും അവരുടെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അന്നേരം ആദ്യം ഇറങ്ങിപ്പോരുന്നത് ഇഷിതയും ചിപ്പിമോളുമാണ്. അത് കഴിഞ്ഞ് മഹേഷ് കയറി വരുമ്പം ഇഷിത പറയുന്നുണ്ട്, ഇന്ന് മോളുടെ ഡാഡിക്ക് ഒരേ നിറമാണ്, നിറം മാറിയില്ല എന്ന് പറയും. അന്നേരം ചിപ്പി ചോദിക്കും, അതെന്താ നിറം മാറുന്നേ, ഡാഡിക്ക് അങ്ങനെ നിറം മാറുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു ജീവിയുണ്ട്, ആ ജീവിയെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ സ്വഭാവം ഇടയ്ക്ക് ഡാഡിക്ക് വരാറുണ്ട് എന്നൊക്കെ പറയും. അന്നേരം അങ്ങനെ ഒരു ജീവിയുണ്ട്, അതേതാ ഡാഡി എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പേര് പറയുകയില്ല, സ്പെല്ലിങ് പറയാമെന്ന് പറഞ്ഞ് മഹേഷ് ഇഷിതയുടെ സ്പെല്ലിങ് പറയും. അന്നേരം ചിപ്പിമോൾ ചോദിക്കും, ഇത് എൻ്റെ അമ്മയുടെ പേരല്ലേ, അമ്മയാണോ നിറം മാറുന്നത്, അമ്മ സാരിയെ മാറാറുള്ളൂ, നിറം മാറാറൊന്നുമില്ല, അതെന്താ ഡാഡി എന്ന് ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാൻ ഡാഡിയെ നാണം കെടുത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഡാഡി മുകളിലോട്ട് ചെല്ല്, ഡാഡിയെ കാത്ത് ഒത്തിരി പേര് ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം മഹേഷ് പറയുന്നുണ്ട്, ഫ്ലാറ്റിൽ ചെന്നിട്ട് എന്നെ നാണം കെടുത്തരുത് കേട്ടോ, എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഇതൊക്കെ എന്ന് പറയും. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ മറച്ചു വെക്കേണ്ടത്, കത്തെഴുതി വെച്ച് ഓടിപ്പോയതോ അതോ സന്യാസം സ്വീകരിക്കാൻ പോയതോ, എന്താണ് പറയേണ്ടാത്തത്, എല്ലാം ഞാൻ പറയുമെന്ന് പറയും. അന്നേരം മഹേഷ് പറയും, വേണ്ട പറയണ്ടെന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടുപോവാണ്. എന്നിട്ട് ചിപ്പിമോളോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഡാഡിയനെ വലതുകാല് വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് വേണം കേട്ടോ വീട്ടിലോട്ട് കയറ്റാനെന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാണ് ചിപ്പിമോൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഏതായാലും ലിഫ്റ്റ് കയറി അവിടെ ചെന്നതിന് ശേഷം ഇവർ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇഷിത പറയും, നിങ്ങളങ്ങ് പോയിക്കോ, ഞാനൊന്ന് വീട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറയുമ്പം മഹേഷ് പറയുവാണ്, ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് എന്നെ തനിച്ചാകരുത്, ഏതായാലും താനോട് അകത്തോട്ട് പോവാ, എനിക്ക് തന്നെ കയറി ചെല്ലാൻ ഒരു മടിയാണ് എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധുവായ മനുഷ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എന്താ ഒരു വിനയം, ഈ വിനയം എപ്പോഴും കാണുമോ എന്നൊക്കെ ചോദിച്ചൊന്ന് കളിയാക്കും. എന്നിട്ട് പറയും, ഏതായാലും ഞാൻ കൂടെ വരാം, ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് അവരെ അകത്തോട്ട് കയറാൻ തുടങ്ങുവാണ്. ഈ സമയം അകത്ത് സ്വപ്നവല്ലിക്ക് ആകെ ടെൻഷൻ, അതെന്താ പിള്ളേർ ഇതുവരെ വരാത്തത്, അവർ 3 പേരുടെ പിക്നിക്കിന് പോയെന്നല്ലേ അപ്പുറത്ത് മാഷ് പറഞ്ഞത്, എന്നിട്ട് നമ്മളോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സ്വപ്നവല്ലി. അന്നേരം രാമൻ പറയുന്നുണ്ട്, അത് അവരുടെ ജീവിതം, ഈ ഇടയ്ക്കല്ലേ മഹേഷ് ഒന്ന് വിവാഹം കഴിച്ചത്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നൊക്കെ സ്വപ്നവല്ലിയോട് പറയും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് മഹേഷും ചിപ്പിമോളും എല്ലാം കൂടെ കയറി വരുന്നത്. അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട്, അതേ ഡാഡി വലതുകാല് വെച്ച് കയറണം കേട്ടോ എന്ന് പറയും. അന്നേരം സ്വപ്നവല്ലി ചോദിക്കും, അതെന്താ ചിപ്പിമോളെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതേ അമ്മ ഡാഡിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുവാണ്, അന്നേരം ഇങ്ങനെ വേണം കയറാനകത്തോട്ട്, ഇനി ഞാനും വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെയേ കൊണ്ടുവരുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ ഞാൻ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ചിപ്പിമോള് പറയുന്നുണ്ട്. അന്നേരം രാമൻ ചോദിക്കും മഹേഷിനോട്, എടാ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്കൊന്നും പറഞ്ഞിട്ട് പോയാലെന്താ, വീട്ടിലുള്ളവരെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം മഹേഷ് അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്കി നിൽക്കുന്നേക്കും ഇഷിത പറയുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു, പെട്ടെന്ന് വന്നതാണ് ചെല്ലണമെന്ന്, അതുകൊണ്ടാണ് പറയാൻ പറ്റാതെ പോയത്, പിന്നെ അവിടെ പോയി മഹേഷ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, എങ്ങനെ മനുഷ്യന് മനോബലം നേടാം എന്നുള്ളത്, നല്ല ഒന്നാന്തരം പ്രബന്ധമായിരുന്നു എന്നൊക്കെ പറയും. അപ്പം സ്വപ്നവല്ലി ചോദിക്കും, ആണോ മോനെ നീ അങ്ങനെയൊക്കെ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം ഇഷിത പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ, അതെന്താ അവൾ പറയുന്നത്, നിനക്കൊന്നും പറയാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളിന്ന് എവിടെയൊക്കെ കറങ്ങാൻ പോയത് എന്ന് ചോദിക്കുമ്പോഴും ഇഷിതയോട് ചോദിക്കുക എന്നാണ് മഹേഷ് പറയുന്നത്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സ്വപ്നവല്ലിക്കും മഞ്ജിമയ്ക്കും. അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, കണ്ടോ അവളുടെ തലയണമന്ത്രം കണ്ടോ, എല്ലാം അവളോട് ചോദിക്കണമെന്ന്, അവൾ പറയുന്നത് നമ്മൾ വിശ്വസിച്ചോണമെന്ന്, ഇതാണ് അവനെ മാറ്റിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് മഞ്ജിമൻ ചെറുതായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുവാണ്. അന്നേരം സ്വപ്നവല്ലിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം രാമൻ പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാനിരിക്കാം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ 3 പേരൂടെ റൂമിലേക്ക് പോവാണ്. അന്നേരം അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല സ്വപ്നവല്ലിക്കും മഞ്ജിമയ്ക്കും. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട്, അതെന്താ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്ത് ചോദിച്ചാലും ഇഷിതയോട് ചോദിക്കുന്ന, അവനായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, അവളാണോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നൊക്കെ സ്വപ്നവല്ലി ചോദിക്കുമ്പം മഞ്ജിമ പറയുന്നുണ്ട്, അതേമേ എന്തോ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയും. അന്നേരം രാമൻ പറയുന്നുണ്ട്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല, ഈ വീട്ടിലെ
ഏക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നീയാണ് എന്ന് പറയും. അന്നേരം ഇപ്പോൾ അച്ഛൻ മരുമകളുടെ കൂടെയാണല്ലോ, ഞാനാണോ അച്ഛനും ശല്യം എന്ന് ചോദിച്ച് മഞ്ജിമ അങ്ങോട്ട് പോവാണ്. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് അതെന്തിനാ രാമ അങ്ങനെ പറയുന്നു കഴിയുമ്പം പിന്നല്ലാണ്ട് മഹേഷ് ഒരുപാട് കാലം കൂടി എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയാലോ, അതെല്ലാം കഴിഞ്ഞ് അവരൊരു വിവാഹം കഴിച്ചോളൂ, അവർക്കിഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്ന് രാമൻ പിന്നെയും പറയുന്നുണ്ട്. നേരെ സ്വപ്നവല്ലി പറയും എന്തെങ്കിലും ആവട്ടെ, എല്ലാം ഒന്ന് ശുഭമായല്ലോ, ഏതായാലും എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പം രാമൻ പറയും അത് ചുമ്മാതൊന്നുമല്ല, ഞാനൊരു വഴിപാട് കഴിച്ചായിരുന്നു, പഴനിമലയിലെ 5 തവണ നിന്നെ കൊണ്ട് കയറ്റിച്ചോളാം എന്ന് ഞാൻ വഴിപാട് നേർന്നായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷനാണ്. രാമ അങ്ങനെ നേരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് കാര്യങ്ങളൊക്കെ നേരാവണ്ണം നടക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് രാമൻ അങ്ങ് പോകും. നേരം വിഷമിച്ച് നിൽക്കുവാണ് സ്വപ്നവല്ലി. എൻ്റെ മുരുക ഞാൻ 5 തവണ കയറണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമയാണ്. മഞ്ജിമയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല രാമൻ അത്രയും പറഞ്ഞിട്ട് പോയത്, ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുവാണേ. അന്നേരം അങ്ങോട്ട് വരും സ്വപ്നവല്ലി. എന്നിട്ട് ചോദിക്കും എന്താ മഞ്ജിമ നീ എന്തെങ്കിലും മുഖം വീർപ്പിച്ചിരിക്കുന്നേ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അന്നേരം പറയുവാണ് അമ്മ കേട്ടില്ലായിരുന്നു അച്ഛൻ പറഞ്ഞത്, ഞാനാണ് ഈ വീട്ടിലെ ശല്യമെന്ന്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാമെന്ന് പറയും. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഓർത്ത് രാമൻ പറഞ്ഞതൊന്നുമല്ല, ഏതായാലും നമ്മളായിട്ട് അവരെ ശല്യം ചെയ്യേണ്ട എന്നോർത്ത് പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം മഞ്ജിമ പറയും ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എന്താ അമ്മയെ തെറ്റ്, ഇവിടെ കയറി വന്നപ്പം ഇഷിതയുടെ ഒരു പെർഫോമൻസ് അമ്മ കണ്ടതല്ലായിരുന്നു, അവൾ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ മഹേഷ് ഇഷിത പറയുന്നത് പോലെ മാത്രമേ കേൾക്കുള്ളൂ, ലാസ്റ്റ് അപ്പുറത്തുനിന്ന് പ്രിയാമണി ഇവിടെ വന്ന് ഭരിക്കുന്നത് അമ്മ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെയും സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കുമെന്ന് സ്വപ്നവല്ലി പറയും. അന്തേക്കുമാണ് അങ്ങോട്ട് രാമൻ വരുന്നത്. അന്നേരം രാമനോട് ഈ പരാതി പറയുവാണ് സ്വപ്നവല്ലി. അതെ മഞ്ജിമയ്ക്ക് ഒരു പരാതി ഉണ്ട് കേട്ടോ, മഞ്ജിമ ഇവിടെ ഒരു ശല്യമാണ് എന്ന് നിങ്ങൾ എപ്പോഴും എന്തിനിങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം രാമൻ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, മഹേഷിൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ അഭിപ്രായം പറഞ്ഞ് അവർക്കൊരു ശല്യം ആവരുത്, അവരെ സ്വാതന്ത്ര്യത്തോടെ വിടണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് രാമൻ പറയും. അന്നേരം സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ ചിപ്പിമോൾ എന്തെന്ന് ചോദിക്കുമ്പം അവൾ ഡാഡിയുടെ പുറകെ തന്നെയാണ്, ഡാഡിയെ വിട്ടൊരു കേസില്ലല്ലോ അവൾക്കെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ആശ്വാസം എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ട് കേട്ടോ. അന്തേയും അങ്ങോട്ട് മഹേഷും ചിപ്പിമോളോട് വരും, അവർ ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. അന്നേരം നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രാമൻ പറയും ഇല്ല നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഭക്ഷണം കഴിക്കാനിരിക്കുക. അന്നേരം മഹേഷ് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ പറ്റി, ചേച്ചിയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ചിപ്പിമോൾ പറയുന്നുണ്ട് അത് തന്നെ അപ്പയുടെ മുഖം ആരാണ്ട് അടിച്ചുപോലെ ആളും ഇരിക്കുന്നത്, പിന്നെ അപ്പയുടെ ഡയലോഗ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നും കേട്ടോ, ഒരു തല്ലി തരാൻ തോന്നുന്ന ഡയലോഗേ അപ്പം പറയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരും മഞ്ജിമയ്ക്ക്. അപ്പം മഞ്ജിമ പറയുന്നുണ്ട് കണ്ടോ അവൾ പറയുന്നത് കേട്ടോ, ഇതെല്ലാം ആരാ പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയാലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇതൊന്നും മഹേഷും രാമന് മൈൻഡ് ചെയ്യുന്നില്ല, അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അന്നേരം ചിപ്പിമോൾക്ക് എന്താ വേണ്ടത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ചിപ്പിമോൾ പറയുന്നുണ്ട് എനിക്കിന്ന് ഡാഡി വാരി തന്നെ, അതുപോലെ ഡാഡി ആവട്ടെ എന്നെ ഇന്ന് കുളിപ്പിക്കുകയോ ഒരുക്കുകയോ ഒക്കെ ചെയ്തതെന്ന് പറയും. എല്ലാവർക്കും സന്തോഷമാണ്. ഏതായാലും മഹേഷ് വാരി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അന്തേക്കുമാണ് അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത്. അപ്പോൾ ഇഷിത ആഹാ ഇന്ന് അമ്മ ഉപേക്ഷിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്ന് ഡാഡി, അടുത്ത ഒരു ദിവസം അമ്മ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇന്നൊരു ദിവസം മാത്രമേ ഇങ്ങനെ ഒരു പെർമിഷൻ ഞാൻ തരുള്ളൂ, അടുത്ത ദിവസം തൊട്ട് തന്നെ വാരി കഴിച്ചോണം എന്ന് പറയും. അന്നേരം മഹേഷ് പറയുന്നുണ്ട് അവൾ കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെ വാരി കൊടുത്താലല്ലേ അവളുടെ വയറ് നിറയുള്ളൂ എന്ന് ചോദിക്കും. അന്നേരം അത് വേണ്ട, മോള് വാരി തന്നെ കഴിച്ച് ശീലിച്ചാൽ മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് അമ്മ കൊണ്ടുവന്ന നിയമം ആട്ടോ എന്നിങ്ങനെ പറയും. അന്തെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സ്വപ്നവല്ലിക്ക്. അടുത്തതാ അപ്പം സ്വപ്നവല്ലി ചോദിക്കുവാണ് അങ്ങനെ നിയമം കൊണ്ടുവരാൻ നീ ആരാ, നീയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട് അമ്മ അങ്ങനെയല്ല, ഇപ്പം വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ സ്കൂളിൽ ചെല്ലുമ്പം കഴിക്കണ്ടേ, അതുകൊണ്ടല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അത് സ്കൂളിൽ ചെല്ലുമ്പോൾ അവളങ്ങ് കഴിച്ചോളും, അതിനിവിടെ ആരും ഒരുപാട് നിയമമൊന്നും കൊണ്ടുവരണ്ട, ചിലപ്പോൾ വാരി കൊടുത്തെന്നിരിക്കുമെന്ന് പറയും. അന്നേരം മഹേഷും പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ഇഷിത പറഞ്ഞത് നേരല്ലേ അമ്മേ, മോൾക്ക് എപ്പോഴും വാരി കൊടുത്തുകൊണ്ടിരുന്നാൽ സ്കൂളിൽ ചെന്നാൽ ആരെങ്കിലും വാരി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് കഴിച്ച് ശീലിച്ചോളൂ, അത് തന്നെ ആരും ഇവിടെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറയുമ്പം ഇഷിത പറയുന്നുണ്ട് അതെ ഞാൻ ഇവളുടെ അമ്മയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്കും ഇവിടെ വില ഉണ്ടാവണം എന്ന് പറയുമ്പം ദേഷ്യം വന്നിട്ട് സ്വപ്നവല്ലി പറയുവാണ് അതെങ്ങനെയാണ് നീ അവളുടെ അമ്മയാവുന്നത്, നീ പ്രസവിച്ചതാണോ അവളെ എന്നിങ്ങനെ ചോദിക്കും. അത് കേൾക്കുന്നത് അങ്ങ് ആകെ സങ്കടമാകുവാണ് ഇഷിതയ്ക്ക്. ഇഷിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. രാമനും അതുപോലെ മഹേഷിനും ഒന്നും അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷിത ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞ് അകത്തോട്ട് കയറി പോവാണ്. അന്തേക്കും ദേഷ്യം വന്നിട്ട് ചിപ്പിമുളി വയ്ക്കുന്നുണ്ട് അച്ഛമ്മ എന്തിനാ എൻ്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, എൻ്റെ അമ്മയെ ആരും വിഷമിപ്പിക്കും
പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, അമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല, പക്ഷേ അമ്മ ചെയ്തത് ശരിയാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും പെൺകുട്ടികൾ ഇതൊക്കെ സഹിക്കുമോ എന്നിങ്ങനെ മഹേഷ് ചോദിക്കുകയാണ്. അന്നേരം ചിപ്പിമോളും പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് സങ്കടം വരുമെന്ന്. അന്നേരം രാമൻ പറയും, നിൻ്റെ അച്ചമ്മയ്ക്ക് ഭ്രാന്ത, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറയും. അന്നേരം മഹേഷ് പിന്നെ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുമ്പം എനിക്ക് വേണ്ട, എൻ്റെ അമ്മ കഴിക്കാതെ പോയില്ല, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ചിപ്പിമോൾ എഴുന്നേറ്റ് പോവും. അന്നേരം രാമൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാനും മാഷും കൂടി ആലോചിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് ആ പെൺകുട്ടിയെ, എന്നിട്ട് അതിനെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുവാണ് എന്നിങ്ങനെ വിഷമത്തോടെ പറഞ്ഞിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് നിനക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ആ ഇഷിതമോളെയും വിളിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് രാമനും അങ്ങോട്ട് എഴുന്നേറ്റ് പോവും. മഹേഷും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ സ്വപ്നവല്ലി. അന്നേരം സ്വപ്നവല്ലി സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് മഞ്ജിമ. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണു പോയതാന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് മഞ്ജിമ പറയും. അന്നേരം സ്വപ്നവല്ലി പറയും, അല്ല ഞാൻ പറഞ്ഞത് തെറ്റ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ ഇഷിതയോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് സ്വപ്നവല്ലി എഴുന്നേറ്റ് പോകുന്നത്. അന്നേരം ഇഷിതയുടെ ഭാഗത്തേക്ക് സ്വപ്നവല്ലിയും കൂടെ ആയാലോ എന്നോർത്ത് ആകെ ടെൻഷനും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് മഞ്ജിമയ്ക്ക്. പിന്നീട് ഇഷിതയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ പ്രിയാമണി ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. ഏതായാലും എല്ലാം മംഗളമായതിൻ്റെ സന്തോഷത്തിൽ പായസമൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവം പറയുന്നുണ്ട്. അന്നേരം മാഷ് പറയും, ഇതൊന്നും താങ്ങാനുള്ള ശക്തി തനിക്കില്ല എന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, തന്നോട് മറച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവർ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും നമ്മുടെ ഈഷിത അങ്ങോട്ട് വരും. ഈഷിതയ്ക്ക് ഒത്തിരി സങ്കടം വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും പ്രിയാമണി. എന്നിട്ട് പറയും, അമ്മ ഞാൻ ഇത്രയും ദിവസം ശ്വാസം മുട്ടി നടക്കുമായിരുന്നു, എൻ്റെ ശ്വാസം നിലച്ചു പോകുമെന്ന് പോലും ഞാൻ കരുതി, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടില്ല, അവളെ നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതാകില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അന്നേരം പ്രിയാമണി പറയുന്നുണ്ട്, അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നു, ഏതായാലും എല്ലാം മംഗളമായിട്ട് നടന്നല്ലോ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറേ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്, അമ്പലത്തിൽ മോള് ചിപ്പി മോളെയും മഹേഷിനെയും വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹേഷ് വരുമോ എന്ന്. അന്നേരം എവിടെ വിളിച്ചാലും വരും, മഹേഷിന് അത്രത്തോളം വിഷമം ഉണ്ടായിരുന്നു എന്ന് ഇഷിതയും പറയൂ കേട്ടോ. അന്നേരം മാഷ് പറയുന്നുണ്ട്, മഹേഷ് ഒരു പാവമാണ്, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും താങ്ങാൻ പറ്റില്ല മഹേഷിനെ എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാൻ അച്ഛനെയും ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചൂലേ, എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എല്ലാം അച്ഛനോട് പറഞ്ഞത് എന്ന് പറയും. അന്നേരം പ്രിയാമണി പറയുന്നുണ്ട്, മോളെ സാരമില്ല, എല്ലാം മംഗളമായല്ലോ, ഇനി എല്ലാം നേരാവണം അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറയും. പിന്നെ പാൽപ്പായസം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മോൾക്ക് പാൽപ്പായസമൊക്കെ കൊടുക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരം അതിനിടയ്ക്ക് ഇഷിത പറയുന്നുണ്ട്, ഇവളുടെ വിനോദമാണ് മഹേഷിനെ കണ്ടെത്തിയത് കേട്ടോ, ഒരു താങ്ക്സ് പറഞ്ഞേക്കണം എന്ന് പറയുമ്പം പ്രിയാമണി ചോദിക്കും, ഇവളുടെ വിനോദോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി എന്ന് ചോദിക്കും. അന്നേരം അയ്യോ അങ്ങനെയല്ല, അവളുടെ കൂടെ പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെ അവരുടെ സുചിത്രയുടെ വിവാഹത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അമ്മയോടുകൂടി പറ എന്നൊക്കെ പ്രിയാമണി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആകാശിൻ്റെ വീടാണ്. അവർ ഇൻ്റർവ്യൂവിനുള്ള സ്ഥലവും ക്യാമറയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. സോഫയൊക്കെ കറക്റ്റ് പിടിച്ചിട്ടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മൃണാളിനി അവർ രണ്ടുപേരും ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. ആകാശും രജനും അവരുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ലൈവാണ് പോകുന്നത്, ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുടങ്ങാം, ഏതായാലും റിഹേഴ്സലൊക്കെ ശരിയായ രീതിയിൽ നടന്നുകൊണ്ട് ഇനിയിപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കോളും, കാണുന്ന ആൾക്കാർക്ക് അടുത്തത് എന്ത് എന്നിങ്ങനെ ആകാംക്ഷ തോന്നുന്ന രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയും. എന്നിട്ട് രജനയോട് പറയുന്നുണ്ട്, ചിപ്പിമോളോട് എത്രത്തോളം രജനയ്ക്ക് സ്നേഹമുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അത് നന്നായിട്ട് വിനിയോഗിച്ചോണം എന്നൊക്കെ രജനയോട് പറയുമ്പം രജനയ്ക്ക് മൃണാളിനെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ നീ വിവാഹം കഴിക്കുകയോ പ്രസവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ 2 പ്രസവിച്ചതാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന മൃണാളിനെയും ആകാശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. നാളെ ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് കയറി ചെന്ന് അവിടെ വെച്ച് തന്നെ ആകാശിനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന മഹേഷിനെയും കാണിക്കുന്നുണ്ട്.